എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ. കമനൻ ഹെൽത്ത് കെയർ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാക്കായിട്ടാണ് കേട്ടോ. തലമുട്ടിലും തലമുടിക്കും വേണ്ട ഒരു പാക്ക്. നല്ലതാണ് കേട്ടോ ഈ പാക്ക്. 100% ഞാൻ പറയുന്ന എല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് വരുന്നതാണ് കേട്ടോ. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ എന്താണ് കാണിച്ചത്? അപ്പോൾ ഇതാണ് നോനിപ്പഴത്തിൻ്റെ ചെടി കേട്ടോ. നോനിപ്പഴം ഇതിൽ പഴുത്തതാണ് കേട്ടോ ആവശ്യം. അപ്പം നമുക്ക് പഴുത്തത് നോക്കി പൊട്ടിക്കാം കേട്ടോ. ഇതുണ്ട്, ഒരെണ്ണം പൊട്ടിച്ചെടുക്കാം. ഇതാണ് നോനിപ്പഴം. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന നോനിപ്പഴം. നോനിപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഒരു നല്ല വെള്ള കളറായിരിക്കും. ഇത് പഴുക്കുമ്പോഴത്തേക്കും ഒരു പുള്ളിപ്പക്ഷി വന്നിട്ട് എല്ലാം കഴിച്ചുകൊണ്ട് പോകും കേട്ടോ. അതിന് വലിയ ഇഷ്ടമുള്ളതാ ഈ നോനിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ, പഴുത്തതിൽ. അപ്പോൾ ഇതിന് പല ഗുണങ്ങളുണ്ട്. ഇത് മൊറിൻഡ സിട്രിഫോളിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അപ്പോൾ ഇത് മിക്കവർക്കും അറിയാമായിരിക്കാം. പിന്നെ ചിലവരുടെ വീടുകളിൽ ഇത് ഉണ്ടാവാം, പക്ഷെ ഇതിൻ്റെ ഉപയോഗം അറിയാതെ അങ്ങനെ പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, ഇത് നമുക്ക് മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. നോനി ഫ്രൂട്ടിൻ്റെ പ്ലാന്റിന് മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയും. കാരണം ഇത് മെഡിസിനൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു ബാഡ് സ്മെല്ലാണ്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിളർത്തി ഇങ്ങനെ എടുക്കാൻ പറ്റും. നന്നായി പഴുത്ത് കഴിഞ്ഞാൽ മുറിക്കാതെ തന്നെ എടുക്കാം. ഇത് കഴിക്കണുണ്ട് ചിലവർ കേട്ടോ. മുളക് പൊടിയും ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ട് ഇത് മുറിച്ചിട്ട് കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ സിറപ്പുണ്ട്. ആയുർവേദത്തിലെ നോനി സിറപ്പ് എന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബലക്ഷീണം, നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത്, ഒരു ഉന്മേഷമില്ലാതിരിക്കുക, എപ്പോഴും ശരീരം തളർന്നു പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നോനി ഫ്രൂട്ടിൻ്റെ സിറപ്പ് കഴിച്ചാൽ നമുക്ക് നല്ല ഊർജം കിട്ടും. അതിന് വേണ്ടിയിട്ട് നോനി സിറപ്പ് എന്നാണ് എൻ്റെ പേര് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് നോനി സിറപ്പ്. പിന്നെ ഇത് വാതസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. കൂടാതെ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, വിഷാദ രോഗം, അതിനൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതാണ് കേട്ടോ. എല്ലാ തരത്തിലും പറയുകയാണെങ്കിൽ നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ ലീഫ് കറിയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ചീര വെക്കുന്ന പോലെ തോരനായിട്ട് വെക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാം നല്ല റിസൾട്ടാണ്. ഇതിനെല്ലാം നല്ല ഇത് തേച്ച് കഴിഞ്ഞ് നമ്മൾ ഹെയർ, തലോട്ടിലും തലമുടിയിലൊക്കെ നമ്മളിത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ നല്ല സിൽക്കി ഹെയർ ആയിട്ട് തോന്നും. സിൽക്കി ഹെയർ, നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകണ പോലെ. ഷാമ്പു ഇടാൻ പാടില്ല, പക്ഷേ ഞാൻ പറയുവാണ്, ഷാമ്പു ഇട്ട് കഴുകുന്ന അതേ അവസ്ഥയാണ് നമുക്കിത് തോന്നുന്നത്. അത്രയും നല്ല സിൽക്കി ആയിട്ട് വരും കേട്ടോ. മുടി വളർച്ചയുണ്ടാവും. നല്ലതാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം കേട്ടോ. ഇത് ക്യാൻസർ പേഷ്യൻറ്റിന് വരെ കൊടുക്കാം കേട്ടോ. ഇത് ഏറ്റവും നല്ല മരുന്നാണ് അവർക്ക്. ഇത് പഴുത്ത ഈ നോനി ഫ്രൂട്ട്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഭരണി ഉണ്ടല്ലോ, ഭരണിയിൽ കഴുകി തുടച്ച് ഇട്ട് വയ്ക്കും. ഇത് അത് സ്ഫുടം ചെയ്താണ് അതിൻ്റെ നീര് മാത്രം, ഊറ്റി വരുന്ന നീരാണ് പലതവണ സ്ഫുടം ചെയ്ത് ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് കേട്ടോ. കാരണം അവർക്ക് നല്ലൊരു പ്രോട്ടീനും കൂടിയാണിത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ പാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണിച്ചത്. ഇങ്ങനെ കണ്ടിച്ചെടുക്കും കേട്ടോ. വട്ടം കണ്ടിച്ചെടുക്കും. ഇത് ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ് കേട്ടോ ഇതിൻ്റെ സിറപ്പ്. അപ്പോൾ ഇങ്ങനെ കണ്ടോ, എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കും. കാണിക്കും.
ഉള്ളു ഇതുപോലെ കിട്ടും കേട്ടോ. പാല് പോലെ ഇരിക്കും. ഇത് നന്നായിട്ട് പഴുത്താൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ നോനി ഒരു സർവ്വരോഗ സംഹാരിണിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം കേട്ടോ. പാല് പോലെ വരുന്നുണ്ട്. ഇത് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമുക്ക്. അല്ലേ, അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പിഷർ ഇങ്ങനെ കിട്ടും കേട്ടോ. എന്താ കുരുക്കൾ പോലെ കുരുക്കൾ കിട്ടും കേട്ടോ. ഒന്നും കൂടി നമുക്കിത് അരിച്ചെടുക്കാം. കണ്ടോ, ഇത് നമുക്ക് തലമുടിയിലും തലയോട്ടിലും തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. കഴുകി കളഞ്ഞു കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. മുടിയും വളരും. അതുപോലെ തന്നെ ഇത് എല്ലാത്തിനും നല്ല ഇതാണ്, പ്രോട്ടീൻ, നല്ല ഊർജം കിട്ടുന്ന ഇതാണ്. ഇത് നമുക്ക് എല്ലാവരും ഉള്ളവർ കിട്ടാൻ സാധ്യതയുള്ളവർ ഇതൊരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. ഇത് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും വളരെ നല്ലൊരു പാക്കാണ് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ. എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കിട്ടുന്നവരൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരും.